ഹായ്, വെൽക്കം ടു ദിസ് വീഡിയോ. അപ്പോൾ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ലീവറേജ് റേഷ്യോ ആണ്. അതുപോലെ തന്നെ ലീവറേജ് ക്യാപിറ്റൽ സ്ട്രക്ചർ, സോൾവൻസി ആൻഡ് ലേണിംഗ് കവറേജ്. ഇതായിട്ട് ബന്ധപ്പെട്ട ടോപ്പിക്കാണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം ലിവറേജ് തന്നെയാണ്. ലിവറേജ് എന്ന് പറയുമ്പോൾ നമ്മളെ ലോങ് ടേം ഫൈനാൻഷ്യൽ ഒബ്ലിഗേഷൻസ് അല്ലെങ്കിൽ നമ്മളെ ലോങ് ടേം ഫൈനാൻഷ്യൽ ലയബിലിറ്റീസ് മീറ്റ് ചെയ്യാനുള്ള നമ്മളെ എബിലിറ്റിയാണ് ലിവറേജ് എന്ന് പറയുന്നത്. ലിക്വിഡിറ്റി എന്താണെന്ന് നമ്മൾ ഡിസ്കസ് ചെയ്തു. ലിക്വിഡിറ്റി എന്ന് പറയുമ്പോൾ ഷോർട്ട് ടേം ഒബ്ലിഗേഷൻസ് മീറ്റ് ചെയ്യാനുള്ള എബിലിറ്റിയാണ് ലിക്വിഡിറ്റി റേഷ്യോസ്, ലിക്വിഡിറ്റി മെഷർ ചെയ്യുന്നത്. എന്നാൽ ലോങ് ടേം ഫൈനാൻഷ്യൽ ഒബ്ലിഗേഷൻസ് മീറ്റ് ചെയ്യാൻ ഒരു കമ്പനിക്ക് അല്ലെങ്കിൽ ഒരു ബിസിനസ്സിന് എത്രത്തോളം എബിലിറ്റി ഉണ്ട്, അതിന്റെ ക്യാപിറ്റൽ സ്ട്രക്ചർ എങ്ങനെയാണ്, അതിന്റെ അതുപോലെ തന്നെ ലോങ് ടേം എക്സ്പെൻസസ്, ഫിക്സ്ഡ് എക്സ്പെൻസസ് മീറ്റ് ചെയ്യാൻ, അല്ലെങ്കിൽ അതർ ഫൈനാൻഷ്യൽ എക്സ്പെൻസസ് ലൈക്ക് ഇൻട്രസ്റ്റ് എക്സ്പെൻസസ്, ഡിവിഡൻഡ് ഓൺ പ്രിഫേർഡ് സ്റ്റോക്കിന്റെ ഡിവിഡൻഡ്, ഇതൊക്കെ മീറ്റ് ചെയ്യാൻ ഒരു ബിസിനസ്സിന് എത്രത്തോളം എബിലിറ്റി ഉണ്ട് എന്നുള്ളത് മെഷർ ചെയ്യുന്ന റേഷ്യോസ് ആണ് ലിവറേജ് റേഷ്യോസ്. നമുക്ക് ആദ്യം ഈ ടേംസ് ഒന്ന് പരിചയപ്പെടാം. ലിവറേജ്, ക്യാപിറ്റൽ സ്ട്രക്ചർ, സോൾവൻസി ആൻഡ് ഏർണിംഗ് കവറേജ്. ഇതിൽ ലിവറേജ് എന്ന് പറയുമ്പോൾ യൂസ് ഓഫ് ഫിക്സ്ഡ് കോസ്റ്റ് ഓർ ഓപ്പറേറ്റിംഗ് ഫൈനാൻഷ്യൽ ടു ഇൻക്രീസ് പൊട്ടൻഷ്യൽ റിട്ടേൺ. നമ്മുടെ ബിസിനസ്സിൽ ഫിക്സ്ഡ് കോസ്റ്റ് ഉപയോഗിച്ചുകൊണ്ട് നമ്മളെ ലോങ് ടേം പൊട്ടൻഷ്യൽ റിട്ടേൺ ഇൻക്രീസ് ചെയ്യാൻ നമ്മൾ ഫിക്സ്ഡ് കോസ്റ്റ് മെത്തേഡുകൾ ഉപയോഗിക്കുന്നതിനാണ് ലിവറേജ് എന്ന് പറയാം. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ ഓപ്പറേറ്റിംഗ് ലിവറേജ് എന്ന് പറയുമ്പോൾ നമ്മൾ മാൻ പവറിനെ കൂടുതൽ ഡിപ്പെൻഡ് ചെയ്യാതെ കൂടുതൽ മെഷീൻസിലും ടെക്നോളജിയിലൊക്കെ ഇൻവെസ്റ്റ് ചെയ്തുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യും, നമ്മളെ പ്രൊഡക്ടിവിറ്റി ഇൻക്രീസ് ചെയ്യിക്കും. നമ്മൾ പൊട്ടൻഷ്യൽ റിട്ടേൺ വളരെ കൂടുതലായിരിക്കും. എന്നാൽ അതുപോലെ തന്നെ അതിന് റിലേറ്റീവ് ആയിട്ടുള്ള റിസ്ക്കും അത് റിലേറ്റഡ് ആയിട്ടുണ്ടാവും. ഇതാണ് ലിവറേജ്. ഇൻ കേസിന് ഇത് ഫൈനാൻഷ്യൽ ലിവറേജിൽ വരുമ്പോൾ നമ്മൾ ഫിക്സഡ് കോസ്റ്റ് ഡെപ്റ്റ് ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുക, പൊട്ടൻഷ്യൽ ഇൻവെസ്റ്റേഴ്സിനുള്ള റിട്ടേൺ ഇൻക്രീസ് ചെയ്യിക്കാൻ വേണ്ടി നമ്മൾ ഫിക്സഡ് കോസ്റ്റ് ഡെപ്റ്റ് കൂടുതൽ നമ്മളെ ക്യാപിറ്റൽ സ്ട്രക്ചറിൽ ഉപയോഗിക്കുക. ഇതാണ് ഫൈനാൻഷ്യൽ ലിവറേജ് എന്ന് പറയുന്നത്. ഇറ്റ് ഷോ ഹൗ സ്മോൾ ചേഞ്ചസ് ഇൻ സെയിൽസ് ക്യാൻ ക്രിയേറ്റ് ബിഗർ ചേഞ്ചസ് ഇൻ പ്രോഫിറ്റ്. നമ്മൾ ഈ ഫിക്സഡ് കോസ്റ്റ് നമ്മൾ ബിസിനസ്സിൽ കൂടുതൽ ഉപയോഗിക്കുമ്പോൾ നമുക്കൊരു ബെനിഫിറ്റ് എന്താണെന്ന് വെച്ചാൽ, ഫിക്സ് കൂടുന്നതിനനുസരിച്ച് അതിനെക്കാളും കൂടിയ പ്രപ്പോർഷനിൽ നമ്മളെ നെറ്റ് ഇൻകം അല്ലെങ്കിൽ റിട്ടേൺ ഓൺ ഇക്വിറ്റി കൂടുതലായിരിക്കും. എന്നാൽ അതുപോലെ തന്നെ നമ്മൾ സെയിൽസ് കുറഞ്ഞു കഴിഞ്ഞാലും നമുക്ക് എന്ത് ചെയ്യും, ബിസിനസ്സിൽ ഭയങ്കര ഹൈ റിസ്ക് ആയിരിക്കും. കാരണം എന്താണ്, നമ്മൾ ഫിക്സഡ് ചാർജസ് ഓൾവേസ് അവിടെ ഉണ്ടാവും. അപ്പൊ ഇതാണ് ലിവറേജ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഫിക്സഡ് ചാർജസ് കൂടുതൽ ഉപയോഗിച്ചുകൊണ്ട് അല്ലെങ്കിൽ ഫിക്സഡ് കോസ്റ്റ് കൂടുതൽ ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ പൊട്ടൻഷ്യൽ റിട്ടേൺ കൂട്ടുന്നതിനാണ് ലിവറേജ് എന്ന് പറയാം. അപ്പൊ ഇതിന്റെ ഒരു ഇമ്പാക്ട് എന്ന് പറയുമ്പോൾ സെയിൽസ് കൂടിയാൽ പ്രോഫിറ്റ് അതിനെക്കാളും കൂടിയ പ്രൊപ്പോർഷനിൽ കൂടും. എന്നാൽ സെയിൽസ് കുറഞ്ഞു കഴിഞ്ഞാലോ അപ്പൊ നമുക്ക് അവിടെ ഹൈ റിസ്ക് ആയിരിക്കും. കാരണം നമ്മൾ സെയിൽസ് കുറഞ്ഞാലും കൂടിയാലും നമ്മളെ ഫിക്സ്ഡ് ചാർജസ് ഓൾവേസ് അവിടെ ഉണ്ടായിരിക്കും. ഇനി ക്യാപിറ്റൽ സ്ട്രക്ചർ ആ പേരിൽ തന്നെ ഉണ്ട്. അത് നമ്മളെ ബിസിനസ്സിലെ ക്യാപിറ്റലിന്റെ സ്ട്രക്ചർ എത്രയാണ്, എത്ര ഡെപ്റ്റ് ഉണ്ട്, എത്ര ഇക്വിറ്റി ഉണ്ട്. ഈ ഒരു മിക്സ്, നമ്മുടെ ഡെപ്റ്റ് ആയിക്കോട്ടെ, ഇക്വിറ്റി ആയിക്കോട്ടെ, പ്രിഫേർഡ് സ്റ്റോക്ക് ആയിക്കോട്ടെ, മറ്റെന്തെങ്കിലും ഫൈനാൻസിങ് മെത്തേഡ് ആയിക്കോട്ടെ, ഇതിന്റെ മിക്സ് എന്താണ് അത് നമ്മൾ അനലൈസ് ചെയ്യുന്നതിനാണ് ക്യാപിറ്റൽ സ്ട്രക്ചർ എന്ന് പറയുന്നത്. ഷോ ഹൗ ദ ബിസിനസ് ഈസ് ഫണ്ടഡ്, ബോറോവഡ് ഓർ ഓൺഡ്. അതായത് മെയിൻലി ഇത് ബിസിനസ് എങ്ങനെയാണ് ഫണ്ട് ചെയ്തിട്ടുള്ളത്, നമ്മൾ ബോറോ ചെയ്തിട്ടുള്ളത് അതോ ഓണേഴ്സിന്റെ ഫണ്ട് ഉപയോഗിച്ചിട്ടാണോ ബിസിനസ് ചെയ്യുന്നത്. അപ്പൊ ഇത് രണ്ട് ചെയ്താലും ഇതിന്റെ റിസ്ക് ആൻഡ് റിട്ടേൺ ഉണ്ട് ഓൾവേസ്. അപ്പൊ നമ്മൾ കൂടുതൽ ഡെപ്റ്റ് ഉപയോഗിച്ച് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് നല്ല സെയിൽ ഉണ്ടായി കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യും, ഷെയർ ഹോൾഡേഴ്സിന് കൂടുതൽ റിട്ടേൺ കൊടുക്കാൻ പറ്റും. എന്നാൽ കൂടുതൽ ഡെപ്റ്റ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമ്മൾ വിചാരിച്ച രീതിയിലേക്ക് ബിസിനസ് വളർന്നില്ലെങ്കിൽ അല്ലെങ്കിൽ സെയിൽസ് ആ വിചാരിച്ച രീതിയിലേക്ക് എത്തിയില്ലെങ്കിൽ എന്ത് ചെയ്യും, നമുക്ക് ആ ഫിക്സ്ഡ് ചാർജസ് അവിടെ ഉണ്ടാവും. അപ്പൊ നമുക്ക് ഹൈ റിസ്ക്കും ആണ്. ഇനി സോൾവൻസി പറഞ്ഞാൽ കമ്പനീസ് എബിലിറ്റി ടു മീറ്റ് ഇറ്റ്സ് ലോങ് ടേം ഫൈനാൻഷ്യൽ ഒബ്ലിഗേഷൻ. ഒരു കമ്പനിന്റെ ലോങ് ടേം ഫൈനാൻഷ്യൽ ഒബ്ലിഗേഷൻസ് മീറ്റ് ചെയ്യാനുള്ള എബിലിറ്റിയാണ് സോൾവൻസി. ഫോക്കസ് ഓൺ സസ്റ്റൈനബിലിറ്റി റാദർ ദാൻ ഷോർട്ട് ടേം ലിക്വിഡിറ്റി. ബിസിനസ്സിലെ ലോങ് ടേം സസ്റ്റൈനബിലിറ്റിയാണ് ഈ സോൾവൻസി മെഷർ ചെയ്യുന്നത്. നമ്മൾ ലിക്വിഡിറ്റി നമ്മൾ ഷോർട്ട് ടേം സസ്റ്റൈനബിലിറ്റി ആണ്. എന്നാൽ സോൾവൻസി മെഷർ ചെയ്യുന്നത് ബിസിനസിന്റെ ലോങ് ടേം സസ്റ്റൈനബിലിറ്റിയാണ്. ഏർണിംഗ് കവറേജ് എന്ന് പറയുമ്പോൾ ഒരു കമ്പനിന്റെ ഫിക്സഡ് ഫൈനാൻസിങ് കോസ്റ്റസ് ലൈക്ക് ഇൻട്രസ്റ്റ് അല്ലെങ്കിൽ പ്രിഫേർഡ് ഡിവിഡൻഡ്, ഇതൊക്കെ മീറ്റ് ചെയ്യാൻ കമ്പനിക്ക് എത്രത്തോളം എബിലിറ്റി ഉണ്ട് എന്നുള്ളത് മെഷർ ചെയ്യുന്ന ഒരു മെത്തേഡാണ് ഏർണിംഗ് കവറേജ്. നമുക്ക് എന്താ ഫൈനാൻഷ്യൽ ലിവറേജ് എന്താണെന്നുള്ളത് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. ഫൈനാൻഷ്യൽ ലിവറേജ് പറഞ്ഞാൽ സിംപിളി നമ്മൾ ഡെപ്റ്റ് ഫണ്ട് അല്ലെങ്കിൽ കടമായിട്ട് വാങ്ങി അല്ലെങ്കിൽ ലോണൊക്കെ ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുക, ആ ഒരു ഫണ്ടും കൂടെ നമ്മൾ ക്യാപിറ്റൽ സ്ട്രക്ചർ ഉൾപ്പെടുത്തുന്നതിനാണ് ലിവറേജ് എന്ന് പറയാം. ഇറ്റ് ഇൻവോൾവ് ഫിക്സ്ഡ് ഫൈനാൻഷ്യൽ കോസ്റ്റ് ലൈക്ക് ഇൻട്രസ്റ്റ്. ഇതിലെന്തെങ്കിലും ഒരു ഫിക്സ്ഡ് ഫൈനാൻഷ്യൽ കോസ്റ്റ് ഉണ്ടാവും. നമ്മൾ ബിസിനസ് കൂടുതൽ ചെയ്താലും കുറവ് ചെയ്ത് കഴിഞ്ഞാലും നമുക്ക് എന്തെയും നമ്മുടെ ഫൈനാൻസിങ് കോസ്റ്റ് ഫിക്സ്ഡ് ആയിരിക്കും. അതാണ് ഫൈനാൻഷ്യൽ ലിവറേജ് കൂടുതൽ ഉപയോഗിച്ച് കഴിഞ്ഞാലുള്ള ഒരു ബെനിഫിറ്റ്.
ഇതെന്ന് വെച്ചാൽ ഡെപ്റ്റ് ഫൈനാൻസിങ് ക്യാൻ ഇൻക്രീസ് റിട്ടേൺ ഓൺ ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സ്. അപ്പോൾ നമ്മൾ ബിസിനസ് നന്നായിട്ട് പെർഫോം ചെയ്ത് കഴിഞ്ഞാൽ എന്ത് ചെയ്യും, ഈ ഡെപ്റ്റിന്റെ കോസ്റ്റ് കമ്പാരിറ്റീവ്ലി കുറവായിരിക്കും. ഇക്വിറ്റി ക്യാപിറ്റലിന്റെ കോസ്റ്റ് ആയിട്ട് കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ ഡെപ്റ്റിന്റെ കോസ്റ്റ് കുറവായിരിക്കും. അപ്പോൾ ബിസിനസ് നന്നായിട്ട് പെർഫോം ചെയ്ത് കഴിഞ്ഞാൽ എന്ത് ചെയ്യും, ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സിന് കൂടുതൽ റിട്ടേൺ ഉണ്ടാവും. എന്നാൽ എന്ത് ചെയ്യും, അതിനനുസരിച്ച് അതിന് റിലേറ്റീവ് ആയിട്ട് അതിൽ റിസ്ക്കും ഉണ്ട്. കാരണം ബിസിനസ് നന്നായിട്ട് പെർഫോം ചെയ്തില്ലെങ്കിലും നമ്മളെ ഫിക്സഡ് ചാർജസ് ഉണ്ടാവും, ഫൈനാൻഷ്യൽ റിസ്ക് ഉണ്ട്. അപ്പം എന്ത് ചെയ്യും, ഇപ്പം നമ്മളെ ബിസിനസ്സിൽ എത്രത്തോളം റിസ്ക് എടുക്കാനുള്ള ക്യാപ്പബിലിറ്റി ഉണ്ട്, റിസ്ക് പൊട്ടൻഷ്യൽ എത്രയാണ്, നമ്മൾ എത്രയാണ് റിട്ടേൺ എക്സ്പെക്ട് ചെയ്യുന്നത്, ഇങ്ങനെ ഒരുപാട് എലിമെന്റ് കൺസിഡർ ചെയ്തതിനു ശേഷമാണ് നമ്മൾ എന്ത് ചെയ്യുക, നമ്മളെ ബിസിനസ്സിൽ എത്രത്തോളം ഫൈനാൻഷ്യൽ ലിവറേജ് വേണം, ക്യാപിറ്റൽ സ്ട്രക്ചറിൽ എത്രത്തോളം ഡെപ്റ്റ് ഫണ്ട് ഉൾപ്പെടുത്തണം എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ തീരുമാനിക്കുന്നത്. നമ്മളൊരു എക്സാമ്പിൾ നോക്കാം. ഈ ഫൈനാൻഷ്യൽ ലിവറേജ് ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സിന്റെ റിട്ടേൺ എങ്ങനെയാണ് എഫക്ട് ചെയ്യുന്നത് എന്നുള്ളതാണ് എക്സാമ്പിൾ കാണിക്കുന്നത്. നമ്മളൊരു ഇൻവെസ്റ്റ്മെന്റ് എല്ലാം നമ്മൾ ഇക്വിറ്റി ഉപയോഗിച്ചാണ് ഫണ്ട് ചെയ്തിട്ടുള്ളത്. EBIT നമ്മളെ പ്രോഫിറ്റ് ആണ്, ഏർണിംഗ് ബിഫോർ ഇൻട്രസ്റ്റ് ആൻഡ് ടാക്സ്, ആൻഡ് 200,000 ആണ്. നമുക്ക് ഈ കേസിൽ ഇൻട്രസ്റ്റ് എക്സ്പെൻസ് ഒന്നുമില്ല, നമ്മളെ നെറ്റ് ഇൻകം 200,000 ആണ്. അപ്പോൾ ഈ കേസിൽ റിട്ടേൺ ഓൺ ഇക്വിറ്റി നമ്മൾ 200,000 ഡിവൈഡഡ് ബൈ 1 million, അതായത് 20% ആണ് ഷെയർ ഹോൾഡേഴ്സിനുള്ള റിട്ടേൺ ഓൺ ഇക്വിറ്റി. ഈ കേസിൽ നമ്മൾ എന്ത് ചെയ്തു, നമ്മൾ ഇൻട്രസ്റ്റ് 0 ആണ്, നമ്മൾ ഡെപ്റ്റ് ഫണ്ട് ഒന്നും ഉപയോഗിച്ചിട്ടില്ല, അതായത് ഫൈനാൻഷ്യൽ ലിവറേജ് ഒന്നും ഇതിൽ ഉൾപ്പെടുത്തിയിട്ടില്ല. എന്നെന്ത് ചെയ്യും, നമ്മൾ അടുത്തൊരു എക്സാമ്പിൾ നോക്കാം. വിത്ത് ഡെപ്റ്റ്, ഇതിൽ ഇൻവെസ്റ്റ്മെന്റ് 1 million ആണ്. ഇതിൽ 1 million 50% ഡെപ്റ്റും 50% ഇക്വിറ്റി ഉപയോഗിച്ചാണ് നമ്മൾ ഫണ്ട് ചെയ്തിട്ടുള്ളത്, ഫൈനാൻസ് ചെയ്തിട്ടുള്ളത്. ഡെപ്റ്റിന്റെ കോസ്റ്റ് 10% ആണ്, അതായത് 50,000 നമ്മൾ എന്ത് ചെയ്യും, ഡെപ്റ്റിന്റെ കോസ്റ്റ് ആയിട്ട് പേ ചെയ്യേണ്ടി വരും. ഇക്വിറ്റി 500,000 ആണ്. നമ്മൾ ഏർണിംഗ് ബിഫോർ ഇൻട്രസ്റ്റ് ആൻഡ് ടാക്സസ് സെയിം നമ്മൾ ഏർണിംഗ് ബിഫോർ ഇൻട്രസ്റ്റ് ആൻഡ് ടാക്സസ് സെയിം കേസ് തന്നെ 200,000. ഇതിൽ നെറ്റ് ഇൻകം നമ്മൾ ഇതിൽ ഇൻട്രസ്റ്റ് എന്നുള്ള എക്സ്പെൻസ് നമ്മൾ കുറച്ച് കഴിഞ്ഞാൽ 150,000 ആണ് നെറ്റ് ഇൻകം വരിക. പക്ഷേ ഈ കേസിൽ നമ്മൾ ഷെയർ ഹോൾഡേഴ്സ് ക്യാപിറ്റൽ ആകെ 500,000 ഉള്ളൂ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, റിട്ടേൺ ഓൺ ഇക്വിറ്റി കേസിൽ കൂടുതലാണ്. കാരണം എന്താണ്, നമ്മളെ ഡെപ്റ്റിന്റെ കോസ്റ്റ് കമ്പാരിറ്റീവ്ലി കുറവായിരിക്കും. അപ്പോൾ ഈ ഡെപ്റ്റ് കൂടുതൽ നമ്മൾ ക്യാപിറ്റൽ സ്ട്രക്ചറിൽ ഉൾപ്പെടുത്തി കഴിഞ്ഞാൽ റിട്ടേൺ ഓൺ ഇക്വിറ്റി കൂടുതലായിരിക്കും ബിസിനസ് നന്നായിട്ട് പെർഫോം ചെയ്ത് കഴിഞ്ഞാൽ. എന്നാൽ ബിസിനസിന്റെ പെർഫോമൻസ് ലോവർ ലെവലിലേക്ക് പോയി കഴിഞ്ഞാൽ നമുക്ക് അവിടെ ഹൈ റിസ്ക് ആണ്. കാരണം നമ്മൾ ഡെപ്റ്റിന്റെ കോസ്റ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ പ്രോഫിറ്റ് ജനറേറ്റ് ചെയ്താലും സെയിൽസ് ജനറേറ്റ് ചെയ്താലും നമ്മളത് പേ ചെയ്യേണ്ടി വരും, അത് ഫിക്സഡ് കോസ്റ്റ് ആണ്. അപ്പൊ ഇതാണ് ഫൈനാൻഷ്യൽ ലിവറേജ്. ഈ ഫൈനാൻഷ്യൽ ലിവറേജ് റേഷ്യോ നമുക്ക് ഇങ്ങനെ കാൽക്കുലേറ്റ് ചെയ്ത് നോക്കാം, അല്ലെങ്കിൽ ഇക്വിറ്റി മൾട്ടിപ്ലയർ. ദി ഇക്വിറ്റി മൾട്ടിപ്ലയർ ഷോ ഹൗ മച്ച് ഓഫ് കമ്പനി അസറ്റ് ആർ ഫൈനാൻസ്ഡ് ബൈ ഷെയർ ഹോൾഡേഴ്സ് ഇക്വിറ്റി ഓർ വേഴ്സസ് ഡെപ്റ്റ്. അത് നമ്മൾ ഇക്വിറ്റി മൾട്ടിപ്ലയർ എന്ന് പറഞ്ഞാൽ കമ്പനിയുടെ ടോട്ടൽ അസറ്റിന്റെ എത്ര പ്രപ്പോർഷൻ ഷെയർ ഹോൾഡേഴ്സ് ഇക്വിറ്റി ഉപയോഗിച്ച് ഫണ്ട് ചെയ്തിട്ടുണ്ട്, അതുപോലെ തന്നെ ഡെപ്റ്റ് ഉപയോഗിച്ച് ഫൈനാൻസ് ചെയ്തിട്ടുണ്ട്. ഇതാണ് ഇക്വിറ്റി മൾട്ടിപ്ലയർ. ഇക്വിറ്റി മൾട്ടിപ്ലയറിന്റെ ഫോർമുല ടോട്ടൽ അസറ്റ് ഡിവൈഡഡ് ബൈ ടോട്ടൽ ഇക്വിറ്റി. നമുക്ക് ഇക്വിറ്റി മൾട്ടിപ്ലയറിന്റെ ഒരു എക്സാമ്പിൾ നോക്കാം. ഇതിൽ ടോട്ടൽ അസറ്റ് 1 million ആണ്, ടോട്ടൽ ഇക്വിറ്റി 400,000 ആണ്. അപ്പൊ ഇക്വിറ്റി മൾട്ടിപ്ലയർ വരുന്നത് 2.5 ആണ്. ഇതിന്റെ ഇന്റർപ്രിട്ടേഷൻ, അതായത് കമ്പനിക്ക് $2.5, അതായത് $1 ഇക്വിറ്റി, എല്ലാ $1 ഇക്വിറ്റിക്കും ഈക്വൽ ആയിട്ട് $2.5 കമ്പനിക്ക് അസറ്റ് ഉണ്ട്. വിച്ച് മീൻ ഈ $2.5 $1 നമ്മൾ ഇക്വിറ്റി ഉപയോഗിച്ച് ഫണ്ട് ചെയ്തിട്ടുള്ളതാണ്, $1.5 നമ്മൾ ഡെപ്റ്റ് ഉപയോഗിച്ച് ഫണ്ട് ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ $1 ഇക്വിറ്റിക്ക് ഈക്വൽ ആയിട്ട് $2.5 നമ്മളെ കയ്യിൽ അസറ്റ് ഉണ്ട്, $1 ഇക്വിറ്റിക്ക് ഈക്വൽ ആയിട്ട് $1.5 ഡെപ്റ്റ് ഉണ്ട്. അപ്പൊ ഇങ്ങനെയാണ് നമ്മൾ ഇക്വിറ്റി മൾട്ടിപ്ലയർ നമ്മൾ അനലൈസ് ചെയ്യുന്നത്. അതായത് നമ്മൾ മെഷർ ചെയ്യുന്നത്, ഇക്വിറ്റി മൾട്ടിപ്ലയർ നമ്മൾ മെഷർ ചെയ്യുന്നത് ടോട്ടൽ അസറ്റിന്റെ എത്ര പെർസെന്റേജ് നമ്മൾ ഇക്വിറ്റി ഉപയോഗിച്ച് ഫണ്ട് ചെയ്തിട്ടുണ്ട്, നമ്മൾ ഇക്വിറ്റി ഉപയോഗിച്ച് ക്യാപിറ്റൽ റൈസ് ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ് നമ്മൾ ഈ ഒരു ഇക്വിറ്റി മൾട്ടിപ്ലയറിൽ മെഷർ ചെയ്യുന്നത്. ഇനി ഡിഗ്രി ഓഫ് ഫൈനാൻഷ്യൽ ലിവറേജ്. ഡിഗ്രി ഓഫ് ഫൈനാൻഷ്യൽ ലിവറേജ് എന്ന് പറഞ്ഞാൽ ബിസിനസ്സിൽ എത്രത്തോളം ഫൈനാൻഷ്യൽ ലിവറേജ് ഉപയോഗിക്കുന്നുണ്ട് എന്നുള്ളത് മെഷർ ചെയ്യാനുള്ള ഒരു ഫോർമുലയാണ് ഡിഗ്രി ഓഫ് ഫൈനാൻഷ്യൽ ലിവറേജ്. മെഷർ ഹൗ സെൻസിറ്റീവ് എ കമ്പനീസ് EPS, ഏർണിംഗ് പെർ ഷെയർ ആൻഡ് ചേഞ്ചസ് ഇൻ EBIT, ഏർണിംഗ് ബിഫോർ ഇൻട്രസ്റ്റ് ആൻഡ് ടാക്സ്. അതായത് നമ്മളെ ഏർണിംഗ് ബിഫോർ ഇൻട്രസ്റ്റ് ആൻഡ് ടാക്സിൽ മാറ്റം വരുന്നതിനനുസരിച്ച് എത്ര സെൻസിറ്റീവ് ആയിട്ട് EPS, അതായത് ഏർണിംഗ് പെർ ഷെയർ ചേഞ്ച് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ് ഈ ഡിഗ്രി ഓഫ് ഫൈനാൻഷ്യൽ ലിവറേജ് മെഷർ ചെയ്യുന്നത്. അതായത് നമ്മുടെ കമ്പനിയിൽ കൂടുതൽ ഫൈനാൻഷ്യൽ ലിവറേജ് യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ കൂടുതൽ സെൻസിറ്റീവ് ആയിരിക്കും. നമ്മൾ ക്യാപിറ്റൽ സ്ട്രക്ചറിൽ കൂടുതൽ ഡെപ്റ്റ് ഫൈനാൻസ് ഉണ്ടെങ്കിൽ, അപ്പൊ ഈ ഡെപ്റ്റ് ഫൈനാൻസ് എത്രത്തോളം ഉണ്ട്, ഇത് എത്രത്തോളം സെൻസിറ്റീവ് ആണ്, അതായത് EBIT ചേഞ്ച് ചെയ്യുന്നതിനനുസരിച്ച് എത്ര പെർസെന്റേജ് ആണ് EPS ചേഞ്ച് ചെയ്യുന്നത് എന്ന് മെഷർ ചെയ്യാനുള്ള ഒരു മെട്രിക്സ് ആണ് ഡിഗ്രി ഓഫ് ഫൈനാൻഷ്യൽ ലിവറേജ്. ഡിഗ്രി ഓഫ് ഫൈനാൻഷ്യൽ ലിവറേജിന്റെ ഫോർമുലയാണ് EBIT ഡിവൈഡഡ് ബൈ EBIT മൈനസ് ഇൻട്രസ്റ്റ്. ഇതാണ്
ഡിഗ്രി ഓഫ് ഫൈനാൻഷ്യൽ ലിവറേജിന്റെ ഫോർമുല. ഇതിൽ ഡിഗ്രി ഓഫ് ഫൈനാൻഷ്യൽ ലിവറേജ് ഒന്നിൽ കൂടുതലാണെങ്കിൽ, അതായത് EPS ചേഞ്ചസ് മോർ ദാൻ EBIT, EBITനെക്കാട്ടും കൂടുതൽ EPS ചേഞ്ച് ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മൾ കൂടുതൽ ഫൈനാൻഷ്യൽ ലിവറേജ് നമ്മുടെ കമ്പനിയിലുണ്ട്, നമ്മുടെ ഡെപ്റ്റ് ഫണ്ട് കൂടുതൽ യൂസ് ചെയ്തിട്ടുണ്ട്. ഡിഗ്രി ഓഫ് ഫൈനാൻഷ്യൽ ലിവറേജ് ഒന്നാണെങ്കിൽ അതിൽ ഫൈനാൻഷ്യൽ ലിവറേജ് കമ്പനിയിൽ യൂസ് ചെയ്തിട്ടില്ല, അതായത് നമ്മൾ EPSഉം EBIT ചേഞ്ച് ചെയ്യുന്നതിന് ഈക്വൽ ആയിട്ട് തന്നെയാണ് EPSഉം ചേഞ്ച് ചെയ്യുക. അതായത് നമുക്ക് അവിടെ ഫിക്സ്ഡ് ചാർജസ് ഒന്നും വരുന്നില്ല. എന്നാൽ ഹൈ ഡിഗ്രി ഓഫ് ഫൈനാൻഷ്യൽ ലിവറേജ് എന്ന് പറഞ്ഞാൽ ഡിഗ്രി ഓഫ് ഫൈനാൻഷ്യൽ ലിവറേജ് ഒരുപാട് കൂടിക്കഴിഞ്ഞാൽ എന്താണ്, നമുക്ക് ഹയർ റിസ്ക് ആണ്. എന്നാൽ അതിനനുസരിച്ച് പൊട്ടൻഷ്യൽ റിസ്കിന് റിട്ടേൺ ഉള്ള പോസിബിലിറ്റി ഉണ്ട്. കാരണം നമ്മൾ കൂടുതൽ പെർഫോം ചെയ്ത് കഴിഞ്ഞാൽ, കൂടുതൽ സെയിൽസ് ജനറേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ, കൂടുതൽ EBIT ജനറേറ്റ് കഴിഞ്ഞാൽ അത് ആ പ്രൊപ്പോർഷനെക്കാട്ടും കൂടുതൽ നമുക്ക് EPS ഏർണിംഗ് പെർ ഷെയർ ഇൻക്രീസ് ആവും. അതുപോലെ തന്നെ നമ്മൾ ബിസിനസ് പെർഫോമൻസ് മോശമായി കഴിഞ്ഞാൽ നമ്മളെ ഫിക്സ്ഡ് കോസ്റ്റ് അവിടെ ഉണ്ടാവും. ഇതിൽ റിസ്കിന്റെ ഒരു എലമെന്റും കൂടെ ഉണ്ട്. നമ്മൾ ഡിഗ്രി ഓഫ് ഫൈനാൻഷ്യൽ ലിവറേജിന്റെ ഒരു എക്സാമ്പിൾ നോക്കാം. ഈ ഒരു എക്സാമ്പിളിൽ EBIT 200,000 ആണ്, ഇൻട്രസ്റ്റ് എക്സ്പെൻസ് 50,000 ആണ്. അപ്പൊ ഇതിന്റെ ഫോർമുല ഡിഗ്രി ഓഫ് ഫൈനാൻഷ്യൽ ലിവറേജ് നമ്മൾ പറഞ്ഞു EBIT ഡിവൈഡഡ് ബൈ EBIT മൈനസ് ഇൻട്രസ്റ്റ്. അപ്പൊ ഇവിടെ ഡിഗ്രി ഓഫ് ഫൈനാൻഷ്യൽ ലിവറേജ് 1.33 ആണ്. ഇത് നമ്മൾ ഇന്റർപ്രറ്റ് ചെയ്യുന്നത്, അതായത് EBITയിൽ 1% ചേഞ്ച് ആയി കഴിഞ്ഞാൽ EPS ഏർണിംഗ് പെർ ഷെയറിൽ 1.33% ചേഞ്ച് ആവും. ഷോ ദാറ്റ് ഫൈനാൻഷ്യൽ ലിവറേജ് മാഗ്നിഫൈസ് റിട്ടേൺ ടു ഷെയർ ഹോൾഡേഴ്സ്. ആൾസോ ഹയർ റിസ്ക് ഇഫ് EBIT ഈസ് ഫാൾ. അതുപോലെ തന്നെ ഇതിന്റെ ഒരു ഇന്റർപ്രിട്ടേഷൻ എന്ന് പറഞ്ഞാൽ EBITയിൽ 1% ചേഞ്ച് വന്നാൽ തന്നെ EPS ഏർണിംഗ് പെർ ഷെയറിൽ 1.33% ചേഞ്ച് വരും. കാരണം വെച്ചാൽ അവിടെ നമ്മൾ ഫൈനാൻഷ്യൽ ലിവറേജ് യൂസ് ചെയ്തിട്ടുണ്ട്. ആ ലിവറേജ് യൂസ് ചെയ്തുകൊണ്ട് തന്നെ ഇതിന്റെ റീസൺ എന്താണെന്ന് വെച്ചാൽ ഈ ഫിക്സഡ് ഇൻട്രസ്റ്റ് ചാർജ് എപ്പോഴും ഫിക്സഡ് ആണ്. അപ്പൊ എന്ത് ചെയ്യും, EBIT നമ്മൾ എത്രത്തോളം നന്നായിട്ട് പെർഫോം ചെയ്യുന്നു അതിനനുസരിച്ച് നമുക്ക് എന്ത് ചെയ്യും, ആ അഡീഷണൽ വരുന്ന ആ ഒരു ബെനിഫിറ്റ് കംപ്ലീറ്റ് നമ്മൾ എന്ത് ചെയ്യും, ഷെയർ ഹോൾഡേഴ്സിനാണ് പോകുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ ആ ചാർജ് ഇൻട്രസ്റ്റ് കോസ്റ്റ് ഫിക്സഡ് ആയതുകൊണ്ട് തന്നെ EBIT നമ്മൾ എത്രത്തോളം ഇംപ്രൂവ് ആകുന്നു, എത്രത്തോളം ഇൻക്രീസ് ചെയ്യുന്നു അതിനനുസരിച്ചുള്ള റിട്ടേൺ എല്ലാം ഷെയർ ഹോൾഡേഴ്സിന് അല്ലെങ്കിൽ EPS ഏർണിംഗ് പെർ ഷെയറിലേക്കാണ് പോകുക. അതുപോലെ തന്നെ ഇതിൽ റിസ്ക്കും ഉണ്ട്. ഇപ്പൊ EBIT ഏർണിംഗ് ബിഫോർ ഇൻട്രസ്റ്റ് ആൻഡ് ടാക്സ് നമുക്ക് വളരെ കുറവാണ്. നമ്മൾ ഇൻട്രസ്റ്റ് കവർ ചെയ്യാനില്ലെങ്കിൽ കൂടെ എന്ത് ചെയ്യും, അപ്പൊ നമ്മൾ ഫൈനാൻഷ്യൽ റിസ്കിലേക്ക് പോകും. എങ്കിൽ കൂടെ നമ്മളത് പേ ചെയ്യേണ്ടി വരും. മറ്റു ലാബിലിറ്റീസ് എല്ലാം ബിസിനസ്സിലേക്ക് വരും. ഇനി നമ്മൾ ഓപ്പറേറ്റിംഗ് ലിവറേജ് എന്താ നോക്കാം. ഓപ്പറേറ്റിംഗ് ലിവറേജ് എന്ന് പറഞ്ഞാൽ സിമ്പിൾ ആയിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ബിസിനസ്സിലേക്ക് കൂടുതൽ മെഷീൻസും ടെക്നോളജി ഒക്കെ ലിവറേജ് ചെയ്തുകൊണ്ട് നമ്മൾ ഫിക്സഡ് കോസ്റ്റ് കൂടുതലായിരിക്കും. എന്നാൽ നമ്മൾ എന്ത് ചെയ്യും, മാൻ പവർ കോസ്റ്റ് അതുപോലെ തന്നെ ട്രഡീഷണൽ കോസ്റ്റ് എല്ലാം കുറച്ചുകൊണ്ട് നമ്മൾ ഫിക്സഡ് കോസ്റ്റ് ഇൻക്രീസ് ചെയ്തുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുക, ബിസിനസ്സിന് ബെനിഫിറ്റ് എടുക്കുന്നതിനാണ് ഓപ്പറേറ്റിംഗ് ലിവറേജ് എന്ന് പറയാം. ഫോർ എക്സാമ്പിൾ നമ്മൾ എന്ത് ചെയ്യും, ഒരു രണ്ട് ബിസിനസിന്റെ എക്സാമ്പിൾ എടുത്ത് നോക്കാം. അപ്പോൾ ഒരു ബിസിനസ്സിൽ കൂടുതൽ ലേബർ ഇന്റൻസീവ് ആണ്. അവിടെ ടെക്നോളജി ഒന്നും അധികം ഇല്ല, മെഷീൻസ് ഒക്കെ വളരെ ബേസിക് മെഷീൻസ് ആണ് ഉപയോഗിക്കുന്നത്. അപ്പൊ എന്ത് ചെയ്യും, ആ ഒരു ബിസിനസ്സിൽ നോർമലി കൂടുതൽ ലേബർ ഇന്റൻസീവ് ആവും, ഫിക്സഡ് കോസ്റ്റ് കുറവും വേരിയബിൾ കോസ്റ്റ് കൂടുതലായിരിക്കും. കാരണം കൂടുതൽ മാൻ പവർ ആണ് അവിടെ വർക്ക് ചെയ്യുന്നത്. ഈ ഒരു ബിസിനസിന്റെ കേസിൽ ബിസിനസിന്റെ റിട്ടേൺ പോസിബിലിറ്റി കുറവാണ്. കാരണം നന്നായിട്ട് എത്രത്തോളം സെയിൽസ് ജനറേറ്റ് ചെയ്യുന്ന അതിനനുസരിച്ച് വേരിയബിൾ കോസ്റ്റ് ഇൻക്രീസ് ചെയ്തുകൊണ്ടിരിക്കും. ഓപ്പറേറ്റിംഗ് ലിവറേജ് ബിസിനസ്സിലില്ല. എന്നാൽ അതുപോലെ തന്നെ മറ്റൊരു ബിസിനസിന്റെ എക്സാമ്പിൾ എടുത്തു കഴിഞ്ഞാൽ ആ ബിസിനസ് ഹൈ എൻഡ് ടെക്നോളജി മെഷീൻസ് എല്ലാം ഉപയോഗിച്ചാണ് ഫിനിഷ് ചെയ്യുന്നത്. അപ്പൊ ആ മെഷീൻസിന്റെ കോസ്റ്റ് എപ്പോഴും ഫിക്സ്ഡ് ആയിരിക്കും. അതാണ് മെഷീൻസിന്റെ ഡിപ്രിസിയേഷൻ അല്ലെങ്കിൽ ആ ഒരു ഇൻവെസ്റ്റ്മെന്റ് എപ്പോഴും ഫിക്സ്ഡ് ആയിരിക്കും. അപ്പൊ ബിസിനസ് നന്നായിട്ട് പെർഫോം ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഫിക്സ്ഡ് കോസ്റ്റ് എപ്പോഴും എന്ത് ചെയ്യുക, ആ സെയിം കോസ്റ്റ് തന്നെ ആയിരിക്കും ഉണ്ടാവുക. അപ്പൊ എന്ത് ചെയ്യും, അഡീഷണൽ ആയിട്ട് നമ്മൾ പെർഫോം ചെയ്യുന്നത് എന്ത് ചെയ്യും, നമ്മൾ ഡയറക്റ്റ് നമ്മളെ പെർഫോമൻസിലേക്ക് അല്ലെങ്കിൽ ഷെയർ ഹോൾഡേഴ്സിലേക്ക് എന്ത് ചെയ്യും, റിട്ടേൺ ആയിട്ട് പോകും. ഇതാണ് ഓപ്പറേറ്റിംഗ് ലിവറേജ്. ഫൈനാൻഷ്യൽ ലിവറേജ് പറയുമ്പോൾ കൂടുതൽ ഡെപ്റ്റ് ഫണ്ട് നമ്മൾ ഉപയോഗിക്കുക. എന്നാൽ ഓപ്പറേറ്റിംഗ് ലിവറേജ് എന്ന് പറയുമ്പോൾ കൂടുതൽ ഫിക്സ്ഡ് കോസ്റ്റ് ബിസിനസ്സിൽ ഉപയോഗിക്കുക. അതായത് കൂടുതൽ മെഷീൻസ് ടെക്നോളജി എല്ലാം ഉപയോഗിച്ചുകൊണ്ട് വേരിയബിൾ കോസ്റ്റ് അതായത് ലേബർ ഇന്റൻസിവിറ്റി എല്ലാം കുറച്ച് ടെക്നോളജി എല്ലാം കൂടുതലായിട്ട് യൂസ് ചെയ്തുകൊണ്ട് നമ്മൾ പ്രോഫിറ്റ് ഇൻക്രീസ് ചെയ്യിക്കുന്ന മെത്തേഡാണ് ഓപ്പറേറ്റിംഗ് ലിവറേജ്. ഇതിലും അതുപോലെ തന്നെ ഈ ഓപ്പറേറ്റിംഗ് ലിവറേജിലും സെയിം റിസ്ക് ആണ്. ബിസിനസ് നന്നായിട്ട് പെർഫോം ചെയ്ത് നമ്മുടെ പ്രോഫിറ്റ് നന്നായിട്ട് ഇൻക്രീസ് ചെയ്യും. എന്നാൽ ബിസിനസ് പെർഫോമൻസ് കുറവാണെങ്കിൽ നമ്മളെ ഫിക്സഡ് കോസ്റ്റ് ഈ മെഷീൻ റിലേറ്റഡ് അല്ലെങ്കിൽ ഇൻവെസ്റ്റ്മെന്റ് റിലേറ്റഡ് കോസ്റ്റുകൾ ബിസിനസ്സിൽ ഉണ്ടാവും. അപ്പൊ എന്ത് ചെയ്യും, അപ്പൊ നമുക്ക് ഹൈ റിസ്ക്കും ആണ്. അപ്പൊ തന്നെ ഹൈ ഫിക്സഡ് കോസ്റ്റ് ആയി കഴിഞ്ഞാൽ സ്മോൾ ചേഞ്ചസ് ഇൻ സെയിൽ കോസ്റ്റ്, ലാർജ് ചേഞ്ച് ഇൻ EBIT. അതായത് സെയിൽസിൽ ചെറിയ ചേഞ്ച് വന്നാൽ തന്നെ എന്ത് ചെയ്യും, EBITയിൽ നന്നായിട്ട് ചേഞ്ച് വരും. കാരണം നമ്മൾ എന്ത് ചെയ്യും, അതിനിടയിലുള്ള കോസ്റ്റ് ഫിക്സഡ് ആണ്. അപ്പൊ ഈ അഡീഷണൽ വരുന്ന നമ്മൾ പ്രൊഡ്യൂസ് ചെയ്യുന്ന നമ്മൾ മാനുഫാക്ചർ ചെയ്യുന്നത് എന്തും ഫിക്സഡ് കോസ്റ്റ് ആയതുകൊണ്ട് തന്നെ അഡീഷണൽ കോസ്റ്റ് ഒന്നും ഉണ്ടാവില്ല.
എന്നാൽ നമ്മൾ മാൻ പവർ അല്ലെങ്കിൽ ലേബർ യൂസ് ചെയ്തിട്ടാണ് ഇത് പ്രൊഡ്യൂസ് ചെയ്യുന്നത് വെച്ചാൽ ഓരോ യൂണിറ്റ് ഓഫ് പ്രൊഡക്റ്റിനും നമുക്ക് എന്ത് ചെയ്യും, ഈ അഡീഷണൽ വേരിയബിൾ കോസ്റ്റസ് വന്നുകൊണ്ടിരിക്കും. ഇതിന് ഡിഗ്രി ഓഫ് ഓപ്പറേറ്റിംഗ് ലിവറേജിന്റെ ഫോർമുല വരുന്നത് പെർസെന്റേജ് ചേഞ്ച് ഇൻ EBIT ഡിവൈഡഡ് ബൈ പെർസെന്റേജ് ചേഞ്ച് ഇൻ സെയിൽസ്. നമുക്ക് എന്താ ഓപ്പറേറ്റിംഗ് ലിവറേജിന്റെ ഒരു എക്സാമ്പിൾ നോക്കാം. സെയിൽസ് 500,000, വേരിയബിൾ കോസ്റ്റ് 300,000, ഫിക്സഡ് കോസ്റ്റ് 100,000. ഡിഗ്രി ഓഫ് ഓപ്പറേറ്റിംഗ് ലിവറേജ് രണ്ട് ഫോർമുല ഉള്ളത്. ഒന്ന് പെർസെന്റേജ് ചേഞ്ച് ഇൻ EBIT ഡിവൈഡഡ് ബൈ പെർസെന്റേജ് ചേഞ്ച് ഇൻ സെയിൽസ്, അതുപോലെ തന്നെ കോൺട്രിബ്യൂഷൻ ഡിവൈഡഡ് ബൈ EBIT. ഈ കേസിൽ കോൺട്രിബ്യൂഷൻ വരുന്നത് 200,000 ആണ്, EBIT വരുന്നത് 100,000 ആണ്. അപ്പോൾ ഇതിന്റെ ഡിഗ്രി ഓഫ് ഓപ്പറേറ്റിംഗ് ലിവറേജ് 2 ആണ്. അതായത് ഇതിന്റെ ഇന്റർപ്രിട്ടേഷൻ എന്താണെന്ന് വെച്ചാൽ ഡിഗ്രി ഓഫ് ഓപ്പറേറ്റിംഗ് ലിവറേജ് 2 മീൻ നമ്മൾ ഒരു പെർസെന്റേജ് സെയിൽസ് ഇൻക്രീസ് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ 2% EBIT ഇൻക്രീസ് ആവും. കാരണം എന്താണ്, നമ്മൾ കൂടുതൽ ഫിക്സഡ് കോസ്റ്റ് ആണ് നമ്മുടെ സ്ട്രക്ചർ ഉള്ളത്. ഈ അഡീഷണൽ വരുന്ന യൂണിറ്റിനൊന്നും നമുക്ക് എന്ത് അഡീഷണൽ കോസ്റ്റ് ഉണ്ടാവില്ല, കോസ്റ്റ് കുറവായിരിക്കും, ചെറിയ വേരിയബിൾ കോസ്റ്റ് മാത്രമേ ഉണ്ടാവുള്ളൂ. അതുകൊണ്ട് തന്നെ 1% സെയിൽസിൽ ചേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ 2% EBIT ചേഞ്ച് ആവും. അതുപോലെ തന്നെ ഓപ്പറേറ്റിംഗ് ലിവറേജ് നമ്മൾ എന്ത് ചെയ്യും, പ്രോഫിറ്റ് ഇൻക്രീസ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യും. കാരണം വെച്ചാൽ നമ്മൾ 1% സെയിൽസ് ഇൻക്രീസ് ആയി കഴിഞ്ഞാൽ തന്നെ 2% EBIT ചേഞ്ച് ആവും. പക്ഷെ അതുപോലെ തന്നെ എന്ത് ചെയ്യും, റിസ്ക് ഉണ്ട് ഇതിൽ. സെയിൽസ് ഫോളോ ആയി കഴിഞ്ഞാൽ, സെയിൽസ് കുറഞ്ഞു കഴിഞ്ഞാൽ എങ്കിലും നമ്മളെ ഫിക്സഡ് കോസ്റ്റ് അവിടെ ഫിക്സഡ് ആയിട്ടുണ്ടാവും. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും, അത് ഫൈനാൻഷ്യൽ റിസ്ക്കും ഉണ്ട് കമ്പനിക്ക്. ഈ ഡിഗ്രി ഓഫ് ടോട്ടൽ ലിവറേജ് കാൽക്കുലേറ്റ് ചെയ്യുന്നത് പെർസെന്റേജ് ചേഞ്ച് ഇൻ EPS ഡിവൈഡഡ് ബൈ പെർസെന്റേജ് ചേഞ്ച് ഇൻ സെയിൽസ്. അത് പെർസെന്റേജ് ചേഞ്ച് ഇൻ EPS ഏർണിംഗ് പെർ ഷെയറിൽ വരുന്ന ചേഞ്ച് ഡിവൈഡഡ് ബൈ പെർസെന്റേജ് ചേഞ്ച് ഇൻ സെയിൽസിൽ വരുന്ന ചേഞ്ച്. അപ്പൊ നമുക്ക് ഈ ഒരു ഡിഗ്രി ഓഫ് ടോട്ടൽ ലിവറേജിന്റെ ഈ ടോട്ടൽ ലിവറേജ് എന്ന് പറഞ്ഞാൽ ഇതിൽ നമ്മൾ ഓപ്പറേറ്റിംഗ് ലിവറേജ് മെഷർ ചെയ്തു, അതുപോലെ തന്നെ ഫൈനാൻഷ്യൽ ലിവറേജ് രണ്ടും കൂടെ മെഷർ ചെയ്ത് കമ്പനിയുടെ ടോട്ടൽ എത്ര ലിവറേജ് യൂസ് ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ് എന്ത് ചെയ്യുക, ടോട്ടൽ ഡിഗ്രി ഓഫ് ടോട്ടൽ ലിവറേജ് മെഷർ ചെയ്യുന്നത്. അപ്പൊ ഈ ഒരു എക്സാമ്പിളിൽ ഇപ്പൊ സെയിൽസ് ഇൻക്രീസ് ചെയ്തു, 10% സെയിൽസ് ഇൻക്രീസ് ചെയ്തു, EPS എന്ത് ചെയ്തു, 40% ഇൻക്രീസ് ചെയ്തു. അപ്പൊ ഇതിന്റെ ഡിഗ്രി ഓഫ് ടോട്ടൽ ലിവറേജ് പെർസെന്റേജ് ചേഞ്ച് ഇൻ EPS ഡിവൈഡഡ് ബൈ പെർസെന്റേജ് ചേഞ്ച് ഇൻ സെയിൽസ്, അതായത് 40% ഡിവൈഡഡ് ബൈ 10%, അതായത് 4 ആണ് ഈ ഒരു കേസിലെ ഡിഗ്രി ഓഫ് ടോട്ടൽ ലിവറേജ്. വിച്ച് മീൻ അതിന്റെ അർത്ഥം എന്താണെന്ന് വെച്ചാൽ നമ്മൾ 1% നമ്മളെ സെയിൽസ് ഇൻക്രീസ് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ 4% നമ്മൾ EPS ഏർണിംഗ് പെർ ഷെയർ ഇൻക്രീസ് ആവും. അതുപോലെ തന്നെ ഇത് രണ്ട് ലിവറേജ്, നമ്മൾ ഓപ്പറേറ്റിംഗ് ലിവറേജും ഫൈനാൻഷ്യൽ ലിവറേജ് ഇതിന്റെ കോമ്പിനേഷൻ ആണ്. ഇത് രണ്ടും കൂടെ എത്രത്തോളം ബിസിനസ്സിലുണ്ട്, ടോട്ടൽ ലിവറേജ് എത്രത്തോളം ബിസിനസ്സിലുണ്ട് എന്ന് മെഷർ ചെയ്യാനുള്ളതാണ് ഡിഗ്രി ഓഫ് ടോട്ടൽ ലിവറേജ്. ഇത് നമ്മൾ അടുത്ത റേഷ്യോയിലേക്ക് നോക്കാം, ഡെപ്റ്റ് ഇക്വിറ്റി റേഷ്യോ. ഡെപ്റ്റ് ഇക്വിറ്റി റേഷ്യോ എന്ന് പറഞ്ഞാൽ ഡെപ്റ്റിന്റെയും ഇക്വിറ്റിന്റെയും പ്രൊപ്പോർഷൻ ആണ് മെഷർ ചെയ്യുന്നത്. അതായത് ബിസിനസ്സിൽ ടോട്ടൽ ഡെപ്റ്റ് എത്ര ഉണ്ട് ഡിവൈഡ് ബൈ ടോട്ടൽ ഇക്വിറ്റി എത്ര ഉണ്ട്. അതായത് ഹൈ റേഷ്യോ എന്ന് പറയുമ്പോൾ കൂടുതൽ ഡെപ്റ്റ് കമ്പനിയിലുണ്ട്, അതായത് ഡെപ്റ്റ് കൂടുതലാകുമ്പോഴാണ് ഈ റേഷ്യോ കൂടുതൽ ഹൈ ആയിട്ട് വരിക. അപ്പൊ എന്ത് ചെയ്യും, കൂടുതൽ ഹൈ റിസ്ക് ഉണ്ട്, എന്നാൽ അതുപോലെ തന്നെ കൂടുതൽ റിട്ടേൺ കിട്ടാനുള്ള ചാൻസ് ഉണ്ട്. ബിസിനസ് നന്നായിട്ട് പെർഫോം ചെയ്ത് കഴിഞ്ഞാൽ എന്ത് ചെയ്തു, നമ്മൾ ഫൈനാൻഷ്യൽ ലിവറേജിൽ ഡിസ്കസ് ചെയ്തു, കൂടുതൽ റിട്ടേൺ ഉണ്ടാവും. എന്നാൽ ബിസിനസ് പെർഫോമൻസ് മോശമായി കഴിഞ്ഞാൽ റിട്ടേൺ കുറവായിരിക്കും, റിസ്ക് കൂടുതലായിരിക്കും. എന്നാൽ ലോ റേഷ്യോ എന്ന് പറഞ്ഞപ്പോൾ ഈ ഡെപ്റ്റ് ഇക്വിറ്റി റേഷ്യോ കുറവാണെങ്കിൽ, ചെറിയ റേഷ്യോ ആണെങ്കിൽ ഇക്വിറ്റിയാണ് നമ്മൾ കൂടുതൽ ഉപയോഗിച്ചിട്ടുള്ളത്. ലോവർ റിസ്ക് ആണ്, റിസ്ക് കുറവാണ്, നമുക്ക് ബിസിനസ്സിൽ പ്രോഫിറ്റ് ഉണ്ടെങ്കിൽ മാത്രം ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സിന്റെ റിട്ടേൺ കൊടുത്താൽ മതി. മേ ബി ഗ്രോത്ത് ലിമിറ്റഡ് ആയിരിക്കും. നമ്മൾ ഡെപ്റ്റ് ഇക്വിറ്റി റേഷ്യോന്റെ ഒരു എക്സാമ്പിൾ നോക്കാം. ഈ കേസിൽ ടോട്ടൽ ഡെപ്റ്റ് വരുന്നത് 300,000 ആണ്, ഇക്വിറ്റി വരുന്നത് 500,000 ആണ്. അപ്പൊ ഡെപ്റ്റ് ഇക്വിറ്റി റേഷ്യോന്റെ ഫോർമുല ഡെപ്റ്റ് ഡിവൈഡഡ് ബൈ ഇക്വിറ്റി ആണ്. 300 ഡിവൈഡഡ് ബൈ 500 0.6. ഈ റേഷ്യോ 0.6 മീൻ നമ്മൾ ഓരോ ഡോളറിന്റെ ഇക്വിറ്റിക്കും ഈക്വൽ ആയിട്ട് $0.6 ഡെപ്റ്റ് കമ്പനിയിലുണ്ട് എന്നുള്ളതാണ് ഇത് മെഷർ ചെയ്യുന്നത്. അതായത് $1 ഇക്വിറ്റി ബിസിനസ്സിലുണ്ടെങ്കിൽ അതിന് ഈക്വൽ ആയിട്ട് $60.6 ഡെപ്റ്റും കമ്പനിയിലുണ്ട്. ഇനി നമ്മൾ ലോങ് ടേം ഡെപ്റ്റ് ഇക്വിറ്റി റേഷ്യോ നോക്കാം. ലോങ് ടേം ഡെപ്റ്റ് ഇക്വിറ്റി റേഷ്യോ എന്ന് പറയുമ്പോൾ നമ്മൾ ലോങ് ടേം ഡെപ്റ്റ് മാത്രമേ അതിൽ കൺസിഡർ ചെയ്യുന്നുള്ളൂ. അപ്പോൾ ലോങ് ടേം ഡെപ്റ്റ് ഡിവൈഡഡ് ബൈ ടോട്ടൽ ഇക്വിറ്റി. ഇതിൽ ഹൈ റേഷ്യോ എന്ന് പറയുമ്പോൾ കൂടുതൽ ലോങ് ടേം ഡെപ്റ്റ് ഉണ്ട്. അപ്പോൾ കൂടുതൽ ലോങ് ടേം ഡെപ്റ്റ് ഉള്ളത് കൊണ്ട് തന്നെ ഹൈ റിസ്ക് ആണ്, റിസ്ക് കൂടുതലാണ്. എന്നാൽ അതുപോലെ തന്നെ എന്തെയും റിട്ടേൺ ഉള്ള പോസിബിലിറ്റിയും കൂടുതലാണ്. റേഷ്യോ ആകുമ്പോൾ
കൂടുതൽ ഇക്വിറ്റിയാണ് ബിസിനസ്സിലുള്ളത്, പൊട്ടൻഷ്യലി റിസ്ക് ചാൻസ് കുറവാണ്. അതുപോലെ തന്നെ റിട്ടേണും ലിവറേജ് ഉപയോഗിച്ചുകൊണ്ടുള്ള റിട്ടേണുള്ള ചാൻസും കുറവാണ്. ഓക്കെ, നമുക്ക് ലോങ് ടേം ഡെപ്റ്റ് ഇക്വിറ്റി റേഷ്യോന്റെ ഒരു എക്സാമ്പിൾ നോക്കാം. ലോങ് ടേം ഡെപ്റ്റ്, ഈ ഒരു ബിസിനസ് ലോങ് ടേം ഡെപ്റ്റ് 400,000, ടോട്ടൽ ഇക്വിറ്റി 600,000. അപ്പോൾ ഇതിന്റെ റേഷ്യോ 0.67 ആണ്. അപ്പോൾ അതിന് ഈക്വൽ ഇതിന്റെ ഒരു ഇന്റർപ്രിട്ടേഷൻ എന്താണെന്ന് വെച്ചാൽ, $1 ഇക്വിറ്റി ബിസിനസ്സിലുണ്ടെങ്കിൽ അതിന് ഈക്വൽ ആയിട്ട് $0.67 ലോങ് ടേം ഡെപ്റ്റും ബിസിനസ്സിലുണ്ട്. അതായത് ഇന്റർപ്രറ്റ് ചെയ്യുന്നത് $1 ഇക്വിറ്റിക്ക് ഈക്വൽ ആയിട്ട് $0.67 ലോങ് ടേം ഡെപ്റ്റും ബിസിനസ്സിലുണ്ട്. അതാണ് ഈ ഒരു ലോങ് ടേം ഡെപ്റ്റ് ഇക്വിറ്റി റേഷ്യോ ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ മെഷർ ചെയ്യുന്നത്. ഇനി ഡെപ്റ്റ് അസറ്റ് റേഷ്യോ, ഡെപ്റ്റ് ടോട്ടൽ അസറ്റ് റേഷ്യോ, അതായത് ടോട്ടൽ ഡെപ്റ്റ് ഡിവൈഡ് ബൈ ടോട്ടൽ അസറ്റ്. നമ്മൾ ഡെപ്റ്റ് എത്രത്തോളം ബിസിനസ്സിലുണ്ട് അതിന് ഈക്വൽ ആയിട്ട് ബിസിനസ്സിൽ എത്രത്തോളം അസറ്റ് ഉണ്ട് എന്നുള്ളത് മെഷർ ചെയ്യാനുള്ള റേഷ്യോ ഡെപ്റ്റ് അസറ്റ് റേഷ്യോ. അതായത് ഇതിപ്പോൾ ഹയർ റേഷ്യോ, അതായത് കൂടുതൽ ഡെപ്റ്റ് ഉണ്ടെങ്കിൽ റേഷ്യോ ഹയർ റേഷ്യോ ആയിരിക്കും. അപ്പോൾ അത് ഹയർ ഫൈനാൻഷ്യൽ റിസ്ക് ആണ്. എന്നാൽ കുറഞ്ഞ റേഷ്യോ ആണെങ്കിൽ നമ്മൾ കൂടുതൽ ഇക്വിറ്റി ഉപയോഗിച്ചാണ് ഫണ്ട് ചെയ്തിട്ടുള്ളത്, അതുകൊണ്ട് തന്നെ ലോവർ ഫൈനാൻഷ്യൽ റിസ്ക് ആണ് ഉണ്ടാവുക. ഡെപ്റ്റ് അസറ്റ് റേഷ്യോന്റെ ഒരു എക്സാമ്പിൾ നോക്കാം. ബിസിനസ്സിൽ ടോട്ടൽ ഡെപ്റ്റ് വരുന്നത് 300,000, ടോട്ടൽ അസറ്റ് 800,000. അത് ഡെപ്റ്റ് അസറ്റ് റേഷ്യോ 300 ഡിവൈഡഡ് ബൈ 800,000, അതായത് 37.5%. ഇതിന്റെ ഇന്റർപ്രിട്ടേഷൻ എന്താണെന്ന് വെച്ചാൽ, കമ്പനിയുടെ ടോട്ടൽ അസറ്റിന്റെ 37.5% ഫൈനാൻസ് ചെയ്തിട്ടുള്ള ഡെപ്റ്റ് ഉപയോഗിച്ചുകൊണ്ടാണ്. ഇനി ഇൻട്രസ്റ്റ് കവറേജ് റേഷ്യോ ടൈംസ് ഇൻട്രസ്റ്റ് ഉണ്ട്. ഇൻട്രസ്റ്റ് കവറേജ് എന്ന് പറഞ്ഞാൽ കമ്പനിയുടെ ഡെപ്റ്റിന് ഉപയോഗിച്ചിട്ടുള്ള ഡെപ്റ്റ് ഫൈനാൻസ് ചെയ്തിട്ടുള്ള ഇതിനുള്ള ഫിക്സഡ് ചാർജാണ് ഇൻട്രസ്റ്റ്. ആ ഇൻട്രസ്റ്റ് നമ്മൾ ഓപ്പറേറ്റിംഗ് ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ പേ ചെയ്യാനുള്ള എലിബിലിറ്റിയാണ് ഇൻട്രസ്റ്റ് കവറേജ് റേഷ്യോ. അതായത് നമ്മൾ EBIT, നമ്മൾ ടോട്ടൽ ഇൻട്രസ്റ്റ് എക്സ്പെൻസിന്റെ എത്ര ടൈംസ് ഉണ്ട് നമ്മൾ EBIT എന്നുള്ളത് മെഷർ ചെയ്യാനുള്ള ഒരു മെട്രിക്സ് ആണ് ഇൻട്രസ്റ്റ് കവറേജ് റേഷ്യോ. ഇൻട്രസ്റ്റ് കവറേജ് റേഷ്യോന്റെ ഫോർമുല EBIT ഡിവൈഡഡ് ബൈ ഇൻട്രസ്റ്റ് എക്സ്പെൻസ്. നമ്മൾ ഏർണിംഗ് ബിഫോർ ഇൻട്രസ്റ്റ് ആൻഡ് ടാക്സ് എത്രയാണ് ഡിവൈഡഡ് ബൈ ഇൻട്രസ്റ്റ് എക്സ്പെൻസ്. നമ്മൾ ABIT നമ്മൾ ഇൻട്രസ്റ്റ് എക്സ്പെൻസിന് ഇതിന് എത്ര മടങ്ങുണ്ട്, എത്ര ടൈംസ് ഉണ്ട് എന്നുള്ളതാണ് നമ്മൾ ഈ റേഷ്യോ ഉപയോഗിച്ചുകൊണ്ട് മെഷർ ചെയ്യുന്നത്. അപ്പോൾ ഹയർ റേഷ്യോ ആകുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും, ഈസിലി നമുക്ക് ഇൻട്രസ്റ്റ് എക്സ്പെൻസ് കവർ ചെയ്യാൻ പറ്റും. നമ്മൾ ലോ ഫൈനാൻഷ്യൽ റിസ്ക് ആണ് ബിസിനസ്സിലുള്ളത്. എന്നാൽ ലോ റേഷ്യോ ആണെങ്കിൽ നമ്മൾ ഇൻട്രസ്റ്റ് എക്സ്പെൻസ് കവർ ചെയ്യാൻ ചിലപ്പോൾ നമുക്ക് ഡിഫിക്കൽട്ടി ഫേസ് ചെയ്യും. അതുപോലെ തന്നെ അതുകൊണ്ട് തന്നെ ഹൈ ഫൈനാൻഷ്യൽ റിസ്ക് ആണ് നമ്മുടെ ബിസിനസ്സിലുള്ളത്. ഇനി നമ്മൾ ഫിക്സ്ഡ് ചാർജ് കവറേജ് റേഷ്യോ, നമ്മൾ ഇൻട്രസ്റ്റ് റേഷ്യോയിൽ മെഷർ ചെയ്ത് ഇൻട്രസ്റ്റ് മാത്രമാണ്. എന്നാൽ നമ്മൾ ഫിക്സ്ഡ് ചാർജ് കവറേജ് റേഷ്യോയിൽ എല്ലാ ഫിക്സ്ഡ് ചാർജസും നമ്മൾ മെഷർ ചെയ്യും. എല്ലാ ഫിക്സ്ഡ് ചാർജ് എന്ന് പറയുമ്പോൾ ഇൻക്ലൂഡിങ് ഇൻട്രസ്റ്റ് ആൻഡ് ലീസ് പേയ്മെന്റ്, ഇതുപോലെ തന്നെ എല്ലാ ഫിക്സ്ഡ് ചാർജസും നമുക്ക് എത്രത്തോളം പേ ചെയ്യാനുള്ള എബിലിറ്റി ഉണ്ട് എന്നുള്ളതാണ് നമ്മൾ ഫിക്സ്ഡ് ചാർജ് കവറേജ് റേഷ്യോ എന്ന് മെഷർ ചെയ്യുന്നത്. ഫിക്സ്ഡ് ചാർജ് കവറേജ് റേഷ്യോന്റെ ഫോർമുല EBIT പ്ലസ് ഫിക്സ്ഡ് ചാർജസ് ഡിവൈഡഡ് ബൈ ഇൻട്രസ്റ്റ് പ്ലസ് ഫിക്സ്ഡ് ചാർജസ്. അത് നമ്മൾ ഫിക്സ്ഡ് ചാർജ് പേ ചെയ്യാനുള്ള എബിലിറ്റി നമ്മൾ എത്രത്തോളം ഉണ്ട്, നമ്മുടെ EBIT എന്ന് പറയുന്നത് നമ്മൾ ഫിക്സ്ഡ് ചാർജ് ടോട്ടൽ ഫിക്സ്ഡ് ചാർജ് കോസ്റ്റിന്റെ എക്സ്പെൻസിന്റെ എത്ര ടൈംസ് നമുക്ക് EBIT ഉണ്ട് എന്നുള്ളതൊക്കെയാണ് ഇത് മെഷർ ചെയ്യുന്നത്. ഹൈ റേഷ്യോ ആണെങ്കിൽ എന്തായാലും നമുക്ക് റിസ്ക് കുറവാണ്, നമ്മൾ എന്ത് ചെയ്യുക ഈസിലി നമ്മുടെ ഫിക്സ്ഡ് ഫൈനാൻഷ്യൽ ഒബ്ലിഗേഷൻസ് നമുക്ക് മീറ്റ് ചെയ്യാൻ പറ്റും. നമ്മൾ ലോ റേഷ്യോ ആണ്, ലോ ഫിക്സ്ഡ് ചാർജ് കവറേജ് റേഷ്യോ ഉള്ളത് ലോ ആണെങ്കിൽ നമ്മളത് എന്ത് ചെയ്യുക, ഫിക്സ്ഡ് ചാർജ് ഒക്കെ പേയ്മെന്റ് ചിലപ്പോൾ നമ്മൾ സ്ട്രഗിൾ ചെയ്യേണ്ടി വരും. അതുപോലെ തന്നെ ഹൈ ഫൈനാൻഷ്യൽ റിസ്ക്കും ഉണ്ട് ആ ബിസിനസ്സിന്. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ഫിക്സ്ഡ് ചാർജ് കവറേജ് റേഷ്യോയും ഇൻട്രസ്റ്റ് കവറേജ് റേഷ്യോയും നമ്മൾ മെഷർ ചെയ്യുന്നതും ഇന്റർപ്രറ്റ് ചെയ്യുന്നതും. ഇനി അടുത്ത റേഷ്യോ ആണ് ക്യാഷ് ഫ്ലോ ടു ഫിക്സ്ഡ് ചാർജ് റേഷ്യോ. അത് നമ്മൾ ക്യാഷ് ഫ്ലോ ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ ഫിക്സ്ഡ് ചാർജസ് കവർ ചെയ്യാൻ എത്രത്തോളം ബിസിനസ്സിന് എബിലിറ്റി ഉണ്ട് എന്നുള്ളതാണ് നമ്മൾ ഈ റേഷ്യോ മെഷർ ചെയ്യുന്നത്. നമ്മൾ ഓപ്പറേറ്റിംഗ് ക്യാഷ് ഫ്ലോ ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ ഡേ ടു ഡേ ബിസിനസ് ആക്ടിവിറ്റീസ് ഉപയോഗിച്ചുകൊണ്ട് അതിനുള്ള ക്യാഷ് ഫ്ലോ ഉണ്ട്. നമ്മൾ ഫിക്സ്ഡ് ചാർജ് അതുപോലെ തന്നെ മറ്റ് ഇൻട്രസ്റ്റ് എക്സ്പെൻസുകളൊക്കെ പേ ചെയ്യാൻ കവർ ചെയ്യാൻ ബിസിനസ്സിന് എബിലിറ്റി ഉണ്ട് എന്നുള്ളതാണ് ക്യാഷ് ഫ്ലോ ടു ഫിക്സ്ഡ് ചാർജ് റേഷ്യോ മെഷർ ചെയ്യുന്നത്. ഇതിൽ ഹൈ റേഷ്യോ ആണെങ്കിൽ നമുക്ക് സ്ട്രോങ് ക്യാഷ് പൊസിഷൻ ആണ്, നമ്മളെല്ലാ ഫിക്സ്ഡ് ചാർജും കവർ ചെയ്യാനുള്ള എബിലിറ്റി ബിസിനസ്സിനുണ്ട്. എന്നാൽ ലോ റേഷ്യോ ആണെങ്കിൽ വീക്ക് ക്യാഷ് പൊസിഷൻ ആണ്, അതായത് നമ്മൾ ഓപ്പറേറ്റിംഗ് ക്യാഷ് ഫ്ലോ ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ ഫിക്സ്ഡ് ചാർജസ് കവർ ചെയ്യാനുള്ള എബിലിറ്റി ബിസിനസ്സിന് കുറവാണ്. അതാണ് ലോ റേഷ്യോ ആണെങ്കിൽ അത് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്.
അപ്പോൾ നമ്മൾ ക്യാഷ് ഫ്ലോ ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ ഫിക്സ്ഡ് ചാർജ് കവർ ചെയ്യാനുള്ള എബിലിറ്റി എത്രത്തോളം ഉണ്ട് എന്നുള്ളതാണ് ക്യാഷ് ഫ്ലോ ടു ഫിക്സ്ഡ് ചാർജ് റേഷ്യോ മെഷർ ചെയ്യുന്നത്. ഇനി നമുക്ക് കുറച്ച് മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് നോക്കാം. ഇതിൽ എ കമ്പനി ഹാസ് EBIT 200,000, ഇൻട്രസ്റ്റ് എക്സ്പെൻസ് 50,000. വാട്ട് ഈസ് ദ ഡിഗ്രി ഓഫ് ഫൈനാൻഷ്യൽ ലിവറേജ് അറ്റ് ദിസ് ലെവൽ ഓഫ് EBIT ലെവൽ? ഓപ്ഷൻ 1.25, 1.33, 1.5, 1.4. അപ്പോൾ ഡിഗ്രി ഓഫ് ഫൈനാൻഷ്യൽ ലിവറേജ് എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യുക? നിങ്ങൾ ആദ്യം ഇതൊന്ന് ആൻസർ ചെയ്യാൻ ശ്രമിച്ചു നോക്കുക. അപ്പോൾ നമുക്ക് ആൻസറിലേക്ക് പോകാം. ഇതിൻ്റെ കറക്റ്റ് ആൻസർ 1.33 ആണ്. ഇതിൻ്റെ കാൽക്കുലേഷൻ വരുന്നത് 200,000 ഡിവൈഡ് ബൈ EBT ആണ് നമ്മളെ ഡിഗ്രി ഓഫ് ഫൈനാൻഷ്യൽ ലിവറേജിൻ്റെ ഫോർമുല. അത് 1.33 ആണ്. ഇത് ഇൻഡിക്കേറ്റ് ചെയ്യുന്നതെന്ന് വെച്ചാൽ $1 EBIT ഇൻക്രീസ് ചെയ്ത് കഴിഞ്ഞാൽ EBT $1.33 ഇൻക്രീസ് ചെയ്യും. അതായത് 1% ചേഞ്ചസ് EBITയിൽ വന്നു കഴിഞ്ഞാൽ അതിന് പ്രൊപ്പോർഷനായിട്ട് 1.33% പ്രൊപ്പോർഷൻ EBTയിൽ ചേഞ്ച് വരും. അതാണ് ഇത് മെഷർ ചെയ്യുന്നത്. അതാണ് ഇത് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. ഡിഗ്രി ഓഫ് ഫൈനാൻഷ്യൽ ലിവറേജിൻ്റെ ഫോർമുല EBIT ഡിവൈഡഡ് ബൈ EBIT മൈനസ് ഇൻട്രസ്റ്റ്. ഓക്കെ, നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. എ കമ്പനി ഹാസ് ടോട്ടൽ ഡെപ്റ്റ് ഓഫ് 400,000 ആൻഡ് ടോട്ടൽ ഇക്വിറ്റി 600,000. വാട്ട് ഈസ് ഡെപ്റ്റ് ഇക്വിറ്റി റേഷ്യോ? ഡെപ്റ്റ് ഇക്വിറ്റി റേഷ്യോ എത്രയാണെന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ നിങ്ങളൊന്ന് ആൻസർ ചെയ്യാൻ ശ്രമിച്ചു നോക്കുക. ഇതിൻ്റെ ആൻസർ വരുന്നത് 0.67 ആണ്. വെരി സിമ്പിളാണ്. ഡെപ്റ്റ് ഡിവൈഡഡ് ബൈ ഇക്വിറ്റി. അങ്ങനെയാണ് ഡെപ്റ്റ് ഇക്വിറ്റി റേഷ്യോ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. നമ്മുടെ ഡെപ്റ്റ് വരുന്നത് 400,000ഉം ഇക്വിറ്റി വരുന്നത് 600,000 ആണ്. അപ്പോൾ 0.67 ആണ് ഡെപ്റ്റ് ഇക്വിറ്റി റേഷ്യോ. നമുക്ക് അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കാം. എ കമ്പനി ഹാസ് സെയിൽസ് 500,000, വേരിയബിൾ കോസ്റ്റ് 300,000, ഫിക്സ്ഡ് കോസ്റ്റ് 100,000. വാട്ട് ഈസ് ദ ഡിഗ്രി ഓഫ് ഓപ്പറേറ്റിംഗ് ലിവറേജ് അറ്റ് ദി സെയിൽസ് ലെവൽ? ഇതിൻ്റെ ഓപ്ഷൻ കൊടുത്തുള്ളത് 1.5 to 2.53. അപ്പോൾ ഡിഗ്രി ഓഫ് ഓപ്പറേറ്റിംഗ് ലിവറേജ് ആണ് കാൽക്കുലേറ്റ് ചെയ്യാൻ പറഞ്ഞിട്ടുള്ളത്. നിങ്ങളൊന്ന് ചെയ്ത് നോക്കുക. ഇതിൻ്റെ ആൻസർ വരുന്നത് 2 ആണ്. ഡിഗ്രി ഓഫ് ഓപ്പറേറ്റിംഗ് ലിവറേജ് വരുന്നത് ഡിഗ്രി ഓഫ് ഓപ്പറേറ്റിംഗ് ലിവറേജിൻ്റെ ഫോർമുല വരുന്നത് കോൺട്രിബ്യൂഷൻ മാർജിൻ ഡിവൈഡഡ് ബൈ EBIT ആണ്. അതായത് ഇതിൽ കോൺട്രിബ്യൂഷൻ മാർജിൻ കാൽക്കുലേറ്റ് ചെയ്യുന്നത് ഈ 500 മൈനസ് 300 അതാണ് കോൺട്രിബ്യൂഷൻ മാർജിൻ. ഡിവൈഡ് ബൈ EBIT കാൽക്കുലേറ്റ് ചെയ്യുന്നത് 500 മൈനസ് 300 മൈനസ് 100,000. അപ്പോൾ 100 ആണ് EBIT. അപ്പോൾ ഇതിൻ്റെ ഡിഗ്രി ഓഫ് ഓപ്പറേറ്റിംഗ് ലിവറേജ് 2 ആണ്. നമുക്ക് അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കാം. വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ് അബൌട്ട് ഫൈനാൻഷ്യൽ ലിവറേജ് ഈസ് ട്രൂ? Financial leverage reduce the variability of EPS. Financial leverage magnify both the gain and losses to shareholders. Financial leverage only affect the company's operating cost. Financial leverage is irrelevant if the company has no fixed cost. നിങ്ങളുടെ ആൻസർ ശ്രമിച്ചു നോക്കുക. ഇതിൻ്റെ ആൻസർ വരുന്നത് ആൻസർ ബി ആണ്. ഫൈനാൻഷ്യൽ ലിവറേജ് മാഗ്നിഫൈസ് ബോത്ത് ഗെയിൻ ആൻഡ് ലോസ് ടു ഷെയർ ഹോൾഡർ. ഫൈനാൻഷ്യൽ ലിവറേജ് ബിസിനസ്സിൽ ഉണ്ടായിക്കഴിഞ്ഞാൽ അത് ഷെയർ ഹോൾഡേഴ്സിന് ഗെയിൻ ആണ്, അതുപോലെ തന്നെ ലോസും ആണ്. കാരണം ഇതിൽ നമ്മൾ പറഞ്ഞു റിസ്ക് ആൻഡ് റിട്ടേൺ രണ്ടും ഉണ്ട്. ബിസിനസ് നന്നായിട്ട് പെർഫോം ചെയ്ത് സെയിലൊക്കെ നല്ല രീതിയിൽ പെർഫോം ചെയ്ത് കഴിഞ്ഞാൽ ഷെയർ ഹോൾഡേഴ്സിന് ഇത് ഗെയിൻ ആയിരിക്കും. എന്നാൽ ബിസിനസ് പെർഫോമൻസ് മോശമായി കഴിഞ്ഞാൽ ഇത് ഷെയർ ഹോൾഡേഴ്സിന് ലോസ് ആയിരിക്കും. കാരണം ആ ഫിക്സഡ് ചാർജ് ബിസിനസ്സിൽ എപ്പോഴും ഉണ്ടാവും. ഇത് അതിൻ്റെ എക്സ്പ്ലനേഷനാണ് കൊടുത്തിട്ടുള്ളത്. It increases potential risk and when EBIT is high, but also increase risk if EBIT falls. A and C are incorrect because leverage increases variable it not reduce it and affect the financing not operating cost. D is incorrect because leverage about financing not operating cost. ഇതിൻ്റെ ആൻസർ വരുന്നത് ബി ആണ്. നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. A company with high operating leverage is most likely experience small changes in EBIT even with a large
ചേഞ്ചസ് ഇൻ സെയിൽസ്. Large change in EBIT even for a small changes in sales. No effect in EBIT regardless of it changes regardless of sales changes. No effect on EBIT regardless of sales changes. Reduce fixed cost. ഒന്നിനൊന്ന് ആൻസറെ ശ്രമിച്ചു നോക്കുക. ഇതിൻ്റെ ആൻസർ വരുന്നത് ബി ആണ്. ലാർജ് ചേഞ്ചസ് ഇൻ EBIT ഫോർ സ്മോൾ ചേഞ്ചസ് ഇൻ സെയിൽ. അതായത് സെയിൽസിൽ ചെറിയ ചേഞ്ച് വന്നെങ്കിൽ കൂടെ EBITയിൽ കൂടുതൽ ചേഞ്ച് വരും. നമ്മൾ ഓപ്പറേറ്റിംഗ് ലിവറേജ് ബിസിനസ്സിൽ കൂടുതൽ യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ സെയിൽസിൽ ചെറിയ ചേഞ്ച് വന്നാൽ തന്നെ നമ്മൾ EBIT എനി ബിഫോർ ഇൻട്രസ്റ്റ് ആൻഡ് ടാക്സിൽ വലിയ ചേഞ്ച് വരും. A high operating leverage means a company has high fixed operating costs related to variable costs. The structure magnifies EBIT fluctuation when sales change. അപ്പോൾ ഇതിൻ്റെ ആൻസർ വരുന്നത് ബി ആണ്. അപ്പോൾ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്തത് ഒന്ന് ലിവറേജ്, ക്യാപിറ്റൽ സ്ട്രക്ചർ, സോൾവൻസി, ഇതുപോലെ ലോങ് ടേം ഫൈനാൻഷ്യൽ ഹെൽത്ത് മെഷർ ചെയ്യാനുള്ള കുറേ റേഷ്യോസും മെട്രിക്സുമാണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്തത്. അപ്പോൾ ഈ ഡിസ്കഷനിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിലോ ഇനി കൂടുതൽ എക്സ്പ്ലനേഷൻ ആവശ്യമുണ്ടെങ്കിലോ ഒന്ന് കമൻറ്റ് ചെയ്യുക. Thank you for watching this video.